ആഘോഷവും ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്തിന്റെ അദാബ്, പരലോകത്തിന്റെ യാഥാർത്ഥ്യം ഒക്കെ വിശദീകരിക്കുന്ന സൂറത്തായതുകൊണ്ട് ആ സൂറത്തിന് ഒറ്റ പ്രാവശ്യം ഓതിയാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി. സൂറത്ത് യാസീൻ എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ഹൃദയമായത്? നമ്മളതൊക്കെ ആലോചിക്കണം. വെറുതെ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ആ സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ പരലോകത്തിന്റെ ഒരു വല്ലാത്ത അവതരണം മറ്റു സൂറത്തുകളിലില്ല. സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ, ഇപ്പൊ സൂറത്ത് യാസീൻ ഹറമിലൊക്കെ പോയി തറാവീഹ് നമസ്കരിക്കുന്നവർക്കറിയാം. സൂറത്ത് യാസീൻ എത്തിയാൽ പുറകെ നിൽക്കുന്നവരുടെ മഅ്മൂമീങ്ങളുടെ ഒരു ഗദ്ഗതവും വിങ്ങലിന്റെ തേങ്ങലിന്റെ ശബ്ദവും ഒക്കെ പള്ളിക്കകത്ത് ഇങ്ങനെ മുഴങ്ങി കേൾക്കും. നമ്മുടെ സഹോദരിമാർക്ക് പിന്നെ യാസീനാണെങ്കിൽ പ്രശ്നമില്ല, ഖുർആൻ ഏത് സൂറത്താണെങ്കിലും പ്രശ്നമില്ല. നടന്നോതും, കിടന്നോതും, ഇരുന്നോതും, അങ്ങനെ ഒരുപാട് സ്റ്റൈലായി മാറിയിട്ടുണ്ട്. ഖുർആനിനോടുള്ള വല്ലാത്ത അനാദരവ് ശരിക്ക് നമ്മുടെ